നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ആചാരം സ്ത്രീകൾ കുങ്കുമം തൊടുന്നതിനെക്കുറിച്ചുള്ളതാണ്. അതായത് ഭർതൃമതികളായ സ്ത്രീകൾ സീമന്തരേഖയിൽ ചുവന്ന കുങ്കുമം തൊടുന്നത് പണ്ട് മുതലെന്നല്ല, ആധുനിക സ്ത്രീകൾ പോലും ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഈ കുങ്കുമം തൊടുന്നത് പണ്ട് കാലങ്ങളിൽ ഭയങ്കര നിർബന്ധമായിരുന്നു. ഇപ്പോൾ പലരും അത് അങ്ങനെ ചെയ്യാറില്ല, എന്നാലും ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ഇതിന് പുറകിലൊരു തന്ത്രശാസ്ത്രപരമായി ഭയങ്കര ഒരു വിശ്വാസം കൂടി നിലവിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് സ്ത്രീകൾ മുടി രണ്ടായി പകുത്ത് അതിൽ ചുവന്ന കുങ്കുമം ഇട്ടിട്ട് വേണം പുറത്തേക്ക് പോകാൻ എന്നാണ് പറയുന്നത്. വീട്ടിൽ ഇടുന്നവരുണ്ട്, പക്ഷേ പുറത്ത് പോകുമ്പോഴാണ് അത് കൂടുതൽ നിർബന്ധമാക്കി പറയുന്നത്. ഈ സ്ത്രീകൾ രണ്ട് ഭാഗം പകുത്താൽ, അതായത് ഇങ്ങനെ രണ്ട് ഭാഗത്തോട്ടിട്ട് മുടി ചീന്തിയാൽ പോലും അതിനെ തന്ത്രശാസ്ത്രപരമായിട്ട് പറയുന്നത് സ്ത്രീകളുടെ യോനിയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അതിൽ ചുവന്ന കുങ്കുമം കൂടി ഇട്ടാൽ ഭർതൃമതിയാൽ എൻ്റെ കന്യകാത്വം ഞാനൊരാൾക്ക് അടിയറവ് വെച്ചു എന്നാണത്ര അതിൻ്റെ അർത്ഥം. അതായത് ഞാനൊരു ഭർതൃമതിയാണ്, അതുകൊണ്ട് എൻ്റെ മേൽ എൻ്റെ ഭർത്താവിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് സ്ഥാപിക്കാൻ കൂടി വേണ്ടിയാണത്രേ ഇങ്ങനെ കുങ്കുമം ഇടുന്നത്. ചിലർ പറയാറുണ്ട് കല്യാണം കഴിഞ്ഞ സ്ത്രീയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ കുങ്കുമം ഇടുന്നതും. അത് ചിലർ കളിയാക്കി പറയുന്നതാണെങ്കിലും അതിൽ ശാസ്ത്രീയ വശം വളരെ അധികമുണ്ട്. ഒരു വിവാഹിതയായ ഒരു പെണ്ണ് സീമന്തരേഖയിൽ കുങ്കുമം ഇട്ടിട്ട് വേണം നടക്കാൻ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇമെയിൽ പറഞ്ഞതാണ്. അപ്പോൾ വിവാഹിതരായ എല്ലാവരും, ഭർത്താവ് കൂടെയുള്ള എല്ലാവരും സീമന്തരേഖയിൽ കുങ്കുമം ധരിച്ച് പുറത്തു പോകാൻ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.